വർഗീയത എന്നാൽ സ്വന്തം വർഗത്തിൽ തന്നെയുള്ളവരെ വേർതിരിച്ചു കാണുന്നതാണ്. പ്രകൃതിയിൽ പലതരത്തിലുള്ള വർഗീകരണം നമുക്ക് കാണുവാൻ സാധിക്കും. ഇരുകാലികൾ, നാൽക്കാലികൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, ഷഡ്പദങ്ങൾ, അങ്ങനെ അനേകം ജീവജാലങ്ങൾ. ഇവയെല്ലാം പലതരത്തിൽ വർഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വർഗീകരണം മനുഷ്യ മനസ്സിൻ്റെ മാത്രമാകാം. കാരണം നമ്മളാണ് ഇവയെ തരംതിരിച്ചത്. എല്ലാത്തിനെക്കുറിച്ചും കാര്യമായി അറിയാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഒന്നു മാത്രം മറന്നുപോകുന്നുണ്ട്. സ്വയം ഒന്ന് തിരിച്ചറിയാൻ അവൻ മറക്കാറുണ്ട്. മനുഷ്യൻ എന്നത് ഒരു വർഗമാണ്, ശാസ്ത്രസമ്മതമായ ഒരു വർഗീകരണം. എന്നാൽ ഇന്ന് മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ തരംതിരിക്കുന്നതാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്നത്. മനുഷ്യരിൽ സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള ഒരു തരംതിരിവ് ഒഴിച്ചാൽ പിന്നെ മറ്റെന്താണുള്ളത്? മതത്തിൽ പോലും വീണ്ടും തിരിവുകൾ. ഇവിടെയൊക്കെ മനുഷ്യൻ ഏത് ഗണത്തിൽ വരുമെന്നറിയില്ല. മനുഷ്യനും മനുഷ്യത്വവും ഉണ്ടോ എന്ന് സംശയമാണ്. മാനവികത നശിച്ചിരിക്കുന്നു. ഇന്ന് മനുഷ്യൻ എന്നത് വെറും മാംസപിണ്ഡങ്ങൾ മാത്രമാണ്. മതത്തിൻ്റെയും മതപുരോഹിതന്മാരുടെയും പിടിയിലകപ്പെട്ട മതഭ്രാന്തന്മാർക്ക് മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാനാകും? ചില മതപണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ തല കറങ്ങിപ്പോകും. ശാസ്ത്രത്തിന് നിരക്കാത്ത വിഡ്ഢിത്തങ്ങളാണ് ഇക്കൂട്ടർ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് വർഗീകരണം ആവശ്യമാണ്. അത് ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടിയാവണം. മനുഷ്യർക്കിടയിലെ തരംതിരിവുകൾ സംഘർഷത്തിലേക്ക് നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഹിന്ദുവിനെയല്ല, ക്രിസ്ത്യാനിയെയല്ല, ഇസ്ലാമിനെയല്ല, ബോധമുള്ള സർഗശേഷിയുള്ള മനുഷ്യരെയാണ്. അറിവിൻ്റെ കേന്ദ്രങ്ങളാകുന്ന വിദ്യാലയങ്ങളാണ് ഒന്നായി നിൽക്കേണ്ടത്. അതിനു വേണ്ടിയാകണം.